ഗൈസ്, നിങ്ങൾക്കറിയോ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്കോണമിനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വിശദീകരിക്കും. അതായത് അംബാനി, അദാനി, മോദി, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായിട്ട് ട്രംപ് നമുക്കെതിരാണ്. നമ്മുടെ ഫ്രണ്ടാണ്, നമുക്ക് ഇന്ത്യൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ട്രംപ് നമുക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് പണി തരുന്നുണ്ട്. അതിപ്പോൾ പുൽവാമ കേസായാലും ഈ പറയുന്ന ടാരിഫ് റിലേറ്റഡ് ആയാലും. And we solved one that could have been a nuclear war with India and Pakistan. Tariffs on India? Well, we'll determine that later, but right now they're paying a 50% tariff. ഇവിടെയോ ഒരു ഇന്ത്യ US റിലേഷൻ, ഫോറിൻ റിലേഷനെ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ 2014 ശേഷം ORF എന്ന് പറയുന്ന ഒരു റിസർച്ച് ഫൗണ്ടേഷൻ, അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിസർച്ച് ഫൗണ്ടേഷൻ റഷ്യ, ഫ്രാൻസ്, USA പോലുള്ള കൺട്രീസുമായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ജയശങ്കർ വന്നതിന് ശേഷം 2020 ജയശങ്കറിൻ്റെ സണ്ണൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രംപ് നമുക്കെതിരെ ടാരിഫ് വന്നത്? അതായത് നമ്മൾ റഷ്യൻ ഓയിൽ 1% ഉണ്ടായിരുന്നു, ഇന്ന് 42% ആഫ്റ്റർ ഉക്രൈൻ വാർ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടെന്ന്. നമുക്കറിയാം അത് കോമൺ പീപ്പിളിന് യൂസ് ആയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഏകദേശം 16 ബില്യൺ ഒക്കെ അംബാനിയുടെ ബേസ്ഡ് റിലയൻസ് ഓയിൽ റിഫറൻസ് ടീംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ORF നമ്മുടെ ഇന്ത്യൻ്റെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ്റെ ഫോറിൻ പോളിസിയായിട്ട് എവിടെയോ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് യൂസ്ഫുള്ളായ രീതിയിൽ, അതേസമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ബാഡ് ആകുന്ന രീതിയിൽ. അതാണ് മിസ്റ്റർ സിൻഹ പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് സംഘപരിവാർ പ്രൊഫൈൽ ഈ പറയുന്ന അംബാനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മേജർ ഫോമിലേക്ക് പോയ അംബാനി അദാനി യുദ്ധം ഇന്ത്യയുടെ മില്യണേഴ്സ് തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുകയും അത് അൾട്ടിമേറ്റ് ഇന്ത്യൻ്റെ പൊളിറ്റിക്സിനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, എക്കണോമിനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.